സാക്ഷാൽ മൂകാംബികാ ദേവിയുടെ സാന്നിധ്യം. 108 ദുർഗാലയങ്ങളിൽ ഒരു ക്ഷേത്രം. സരസ്വതി, ലക്ഷ്മി, ദുർഗ എന്നീ ത്രിദേവി ചൈതന്യം വാണരുളുന്ന കേരളത്തിലെ ഏക ക്ഷേത്രം. ആധുനിക വൈദ്യശാസ്ത്രത്തിന് ഇന്നും നിർവചിക്കാൻ കഴിയാത്ത ബാധ ഉപദ്രവങ്ങളും മാനസിക രോഗങ്ങളും സുഖപ്പെടുത്തുന്ന കീഴ്ക്കാവിലമ്മയുടെ ചൈതന്യം. കേരളത്തിൽ ശബരിമലയും ഗുരുവായൂർ ക്ഷേത്രവും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭക്തർ എത്തുന്ന മഹാക്ഷേത്രം എന്നിങ്ങനെ നിരവധി പ്രത്യേകതകൾ അടങ്ങിയിട്ടുള്ള ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളാണ് പ്രയാണത്തിന്റെ ഇന്നത്തെ വീഡിയോയിൽ. Before going into the video, please subscribe to my channel and click the bell button. If you like the video, don't forget to like and comment. കേരളത്തിൽ എറണാകുളം ജില്ലയിൽ ചോറ്റാനിക്കര എന്ന ഗ്രാമത്തിലാണ് പ്രശസ്തമായ ചോറ്റാനിക്കര ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 1950-ലാണ് കൊച്ചി ദേവസ്വം ക്ഷേത്രം ഏറ്റെടുത്തത് എങ്കിലും ഈ ക്ഷേത്ര ചരിത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ചോറ്റാനിക്കര ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം വൈവിധ്യമാർന്ന ഐതിഹ്യങ്ങളാണ് നിലനിൽക്കുന്നത്. പൗരാണിക കാലത്ത് വലിയ നിബിഡവനമായിരുന്ന ഈ പ്രദേശത്ത് താമസിച്ചിരുന്ന വനവാസികൾ കാട്ടുമൃഗങ്ങളെയും മറ്റും വേട്ടയാടിയാണ് ഉപജീവനം നടത്തിയിരുന്നത്. ഇവരുടെ നേതാവ് കണ്ണപ്പൻ എന്നുപേരുള്ള ഒരു വേടനായിരുന്നു. ഭദ്രകാളി ഉപാസകരായിരുന്ന ഈ കൂട്ടർ മൃഗബലി നടത്തിക്കൊണ്ടാണ് ദേവീപ്രീതി നേടിയിരുന്നത്. ബലി കൊടുക്കുവാനുള്ള മൃഗങ്ങൾക്ക് ക്ഷാമം വന്ന അവസ്ഥയിൽ തന്റെ മകൾ ഓമനിച്ചു വളർത്തുന്ന ഒരു പശുക്കിടാവിനെ കണ്ണപ്പൻ ബലി കൊടുക്കുവാനായി തയ്യാറായി. ആ പശുക്കിടാവിനെ കൊല്ലാൻ തന്റെ മകൾ ഒരിക്കലും സമ്മതിക്കാതായപ്പോൾ മകളോടുള്ള അമിത വാത്സല്യത്തിൽ കണ്ണപ്പൻ മൃഗബലി ഉപേക്ഷിച്ചു എന്നതാണ് കഥ. എന്നാൽ കണ്ണപ്പന്റെ മകൾ അകാലത്തിൽ മരണപ്പെടുകയും ആ പശുക്കിടാവിനെ കണ്ണപ്പൻ സ്നേഹപൂർവ്വം വളർത്തുകയുമാണ് ചെയ്തത്. ആ കാലത്ത് കണ്ണപ്പന് ഒരു സ്വപ്ന ദർശനം ഉണ്ടാവുകയും മകളുടെ സ്മരണാർത്ഥം താൻ വളർത്തുന്ന പശുക്കിടാവ് ഒരു ശിലാരൂപമായി മാറിയതായും അതിനടുത്ത് ഒരു സന്യാസി ഇരിക്കുന്നതായും സ്വപ്നം കാണുന്നു. തന്റെ ഗൃഹത്തിന് തൊട്ടടുത്തുള്ള പവിഴമല്ലിത്തറയിൽ കണ്ട ഈ സ്വപ്ന ദർശനം അടുത്ത ദിവസം നേരം പുലരുമ്പോൾ യാഥാർത്ഥ്യമാവുന്ന അത്ഭുത കാഴ്ചയ്ക്കാണ് ആ പ്രദേശം സാക്ഷ്യം വഹിച്ചത്. വാർത്തയറിഞ്ഞ പ്രദേശവാസികളെല്ലാം ഒത്തുകൂടിയപ്പോൾ കുറച്ച് സന്യാസിമാർ ആ സമയത്ത് തന്നെ അവിടെ എത്തിച്ചേരുകയും ചെയ്തു. ആ സന്യാസിമാരിൽ ഒരാളായി പരാശരമുനി ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ ശിലാരൂപങ്ങൾ ലക്ഷ്മി നാരായണ സങ്കല്പമാണ് എന്ന് കണ്ണപ്പനെ ബോധ്യപ്പെടുത്തി മുനി മടങ്ങിയത്രേ. പിന്നീട് ഈ ശിലാരൂപത്തിന് ക്ഷേത്രം നിർമ്മിച്ചുകൊണ്ട് കണ്ണപ്പൻ ആരാധന നടത്തി എന്നതുമാണ് ഐതിഹ്യം. ഇങ്ങനെയാണ് ഈ ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തി. സ്വാമി ശങ്കരാചാര്യരുടെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ടാണ് വേറൊരു ഐതിഹ്യം നിലനിൽക്കുന്നത്. സ്വാമി ശങ്കരാചാര്യർക്ക് തന്റെ ജന്മദേശമായ കേരളക്കരയിൽ ഒരു സരസ്വതി ക്ഷേത്രം വേണമെന്ന് ആഗ്രഹമുണ്ടായി. അതേ തുടർന്ന് കുടജാദ്രി മലകൾക്ക് മുകളിൽ ദേവിയെ പ്രത്യക്ഷപ്പെടുത്തുന്നതിനായി തപസ് അനുഷ്ഠിക്കുകയും സ്വാമിജിയുടെ തപസ്സിൽ പ്രീതയായ ദേവി കേരളത്തിലേക്ക് വരാമെന്ന് സമ്മതിക്കുകയും ഉണ്ടായി. എന്നാൽ മുന്നിൽ നടക്കുന്ന സ്വാമിജിയോട് തന്റെ ചിലങ്കയുടെ നാദം കേട്ടുകൊണ്ട് മുന്നോട്ട് പോകണമെന്നും യാതൊരു കാരണവശാലും തിരിഞ്ഞു നോക്കരുത് എന്നും ദേവി പറയുകയാണ്. കുറെ നേരം നടന്നപ്പോൾ ചിലങ്കയുടെ ശബ്ദം നിലയ്ക്കുകയും ശങ്കരാചാര്യ സ്വാമികൾ തിരിഞ്ഞു നോക്കുകയും ചെയ്തു. മുൻപറഞ്ഞ വ്യവസ്ഥ പാലിക്കാത്തതിനാൽ ദേവി ആ സ്ഥലത്തു തന്നെ ശിലാരൂപിണിയായി മാറി എന്നാണ് കഥ. അതിൽ വളരെ ദുഃഖിതനായ സ്വാമി വീണ്ടും ഭഗവതിയെ പ്രാർത്ഥിക്കുകയും അതിൽ മനസ്സലിഞ്ഞ ദേവി ഒരു നേരത്തെ പൂജയ്ക്കായി ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ എന്നും വരാമെന്ന് പിന്നീട് കാടുപിടിച്ചുപോയ ഈ പ്രദേശത്ത് പുല്ലൊരുക്കാൻ വന്ന ഏതാനും സ്ത്രീകൾ അസാധാരണമായ ഒരു രൂപം കാണുകയും അത് ആ കാലത്തെ നാട്ടുപ്രമാണിമാരോട് അറിയിക്കുകയും ചെയ്തു. എടാട്ടില്ലക്കാരായിരുന്നു ആ കാലത്ത് ഈ നാടിന്റെ പ്രമാണിമാർ. എടാട്ടില്ലക്കാർ ആ പ്രദേശത്ത് ഒരു ക്ഷേത്രം നിർമ്മിക്കുകയും അന്നത്തെ എടാട്ട് തിരുമേനി തന്നെ ഇവിടുത്തെ ശാന്തിക്കാരനായി ക്ഷേത്രം പരിപാലിക്കുകയും ചെയ്തു തുടങ്ങി.
രാവിലെ 4 മണിക്ക് നട തുറക്കുന്നതോടുകൂടി ആരംഭിക്കുന്ന നിർമ്മാല്യ ദർശനം വളരെ പ്രത്യേകതയുള്ളതാണ്. ഈ സമയത്ത് സാക്ഷാൽ മൂകാംബികാ ദേവിയുടെ ചൈതന്യം ഉണ്ട് എന്നതാണ് വിശ്വാസം. മേൽക്കാവ്, കീഴ്ക്കാവ് എന്നിങ്ങനെ 2 ക്ഷേത്ര ശ്രീകോവിലുകളായാണ് ചോറ്റാനിക്കര ക്ഷേത്രം കുടികൊള്ളുന്നത്. ഈ 2 ദേവീ ക്ഷേത്രങ്ങൾ കൂടാതെ ശിവൻ, ശാസ്താവ്, നാഗദൈവങ്ങൾ, ഗണപതി എന്നിങ്ങനെ ഉപദേവതകളും ക്ഷേത്രത്തിൽ പൂജിക്കുന്നു. ഈ ക്ഷേത്രത്തിൽ കണ്ട മറ്റൊരു പ്രത്യേകതയാണ് ശിവേലിക്ക് ദേവിയുടെ തിടമ്പ് എഴുന്നള്ളിക്കുന്നത് പെൺ ആനകളാണ് എന്നുള്ളത്. എല്ലായ്പ്പോഴും ഇങ്ങനെയാണോ എന്നറിയില്ല, അറിയുന്നവർ കമന്റ് ചെയ്യൂ. ഈ അത്താഴ ശിവേലിക്ക് ശേഷമാണ് താഴേക്കാവിലെ കുരുതി പൂജയ്ക്കായി തയ്യാറെടുക്കുന്നത്.